കോൺഗ്രസിൻ്റെ ഈ രാഷ്ട്രവിരുദ്ധ നിലപാട്, അതായത് ഓപ്പറേഷൻ സിന്ദൂർ തമാശയാണ്, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമല്ല ഇവിടെ ഈ ഭീകരാക്രമണം നടത്തിയത് എന്നുള്ള ഈ പ്രസ്താവനകളെല്ലാം മനംനൊന്ത് കോൺഗ്രസിൽ നിന്ന് കുഴിഞ്ഞുപോക്ക് തുടരുകയാണ്. തരൂർ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ആദ്യം കോൺഗ്രസിനെതിരെ തിരിഞ്ഞത്. കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം വിട്ടുപോയിട്ടില്ലെങ്കിലും നിരന്തരം കോൺഗ്രസിനെ വിമർശിക്കുന്ന ഒരു വ്യക്തിയായി തരൂർ മാറിയിരിക്കുന്നു. ഇപ്പോഴിതാ ഒരു മുതിർന്ന നേതാവ് കൂടി ഈ കോൺഗ്രസ് എന്ന് പറയുന്ന വൃത്തികെട്ട പാർട്ടിക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലുള്ള ഒരു പരോക്ഷമായിട്ടുള്ള പോസ്റ്റ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചർച്ചയാകുകയാണ്. ശശി തരൂറിന് പിന്നാലെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് കോൺഗ്രസ് MP ആയിട്ടുള്ള മനീഷ് തിവാരി പിന്മാറി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പോരാത്തതിന് ലോകമെമ്പാടും ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് അവബോധം വളർത്തിയ പ്രതിനിധി സംഘത്തിലെ നേതാക്കളെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് കോൺഗ്രസ് തടഞ്ഞിരിക്കുന്നു എന്നാണ് മനീഷ് തിവാരി പറഞ്ഞത്. അതായത് ശശി തരൂറിനെ ഇതിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് സമ്മതിച്ചില്ല എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത്. കാരണം ശശി തരൂർ പങ്കെടുത്താൽ സത്യങ്ങളെല്ലാം തന്നെ പുറത്തു വരുമെന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ മനീഷ് തിവാരി ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ, ഞാനും ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ എന്നെയും കോൺഗ്രസ് തടയുകയായിരുന്നു, അതിൽ എനിക്ക് അതൃപ്തിയുണ്ട് എന്നാണ് മനീഷ് തിവാരി പറഞ്ഞത്. യഥാർത്ഥത്തിൽ മനീഷ് തിവാരി നമ്മുടെ രാജ്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത്, അല്ലാതെ കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള ആംഗിൾ പറയാനല്ല മനീഷ് തിവാരി അവിടെ വന്നത്. രാജ്യത്തെക്കുറിച്ച് അഭിമാനപൂരിതമായി സംസാരിക്കാനായിരുന്നു അദ്ദേഹം വന്നത്. എന്നാൽ കോൺഗ്രസ് തടഞ്ഞു. മുൻ കേന്ദ്രമന്ത്രിയും MP-യുമായിട്ടുള്ള മനീഷ് തിവാരി പൂരബ് ഔർ പശ്ചിമിലെ ഹായ് പ്രീത് ജഹാൻ കി റിത് സദാ മേം ഗീത് വഹൻ के गदा हुन भारत का रहाले वाला हुन भारत की ബാത്ത് സുനാത്ത ഹുൻ എന്ന ജനപ്രിയ ദേശഭക്തി ഗാനം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തു. ഈ പ്രതിനിധി സംഘത്തിൽ തിരുവനന്തപുരം MP ശശി തരൂർ, ഛത്തീസ്ഗഡ് MP മനീഷ് തിവാരി, ഫത്തേഗഡ് സാഹിബ് MP അമർ സിംഗ് എന്നിവരും ഉൾപ്പെട്ടിരുന്നു. ഇതിൻ്റെ പുറമെ മുൻ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള ആനന്ദ് ശർമ്മ, സൽമാൻ ഖുർഷിദ് എന്നിവരും സന്നിഹിതരായിട്ടുണ്ടായിരുന്നു. എന്തായാലും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന പ്രതിനിധികൾ സർക്കാരിന് അനുകൂലമായി സംസാരിച്ചതിനാലാണ് പാർലമെന്റിൽ സംസാരിക്കാൻ പ്രതിപക്ഷം പുതിയ MP-മാരെ തിരഞ്ഞെടുത്തതെന്ന് ഒരു കോൺഗ്രസ് MP പറഞ്ഞു. അതിനാൽ സഭയിൽ സർക്കാരിനെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന ആളുകളുടെ ആവശ്യകത നിന്ന് ഈ MP-മാരെ മാറ്റി നിർത്തി. പ്രതിപക്ഷത്തിൻ്റെയും ഇന്ത്യയിലെ ജനങ്ങളുടെയും ആശങ്കകൾ ഉന്നയിക്കേണ്ട സമയമാണിതെന്നും അതിനാൽ സഭയിൽ സംസാരിക്കാൻ പാർട്ടി പുതിയ ആളുകളെ തിരഞ്ഞെടുത്തുവെന്നും കോൺഗ്രസ് MP പറഞ്ഞു. 33 രാജ്യങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള കേന്ദ്രത്തിൻ്റെ പരിപാടിയെ തുടക്കം മുതൽ കോൺഗ്രസ് പാർട്ടി വിമർശിച്ചു വരികയായിരുന്നു എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. ആ പരിപാടിയെ പിന്തുണച്ചവരിൽ ഒരാളായിരുന്നു മനീഷ് തിവാരി. തിവാരി ചർച്ചയിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ് മാധ്യമ വൃത്തങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. എന്നാൽ തിവാരിയെ ബോധപൂർവം കോൺഗ്രസ് തടഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.